വികസന മുരടിപ്പ് ബാധിച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ ചരമഗീതമാണ് ഇന്ന് ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്. ഈ ബജറ്റ് പ്രസംഗത്തിൽ ഉടനീളം നാം കാണുന്നത് നിസ്സഹായതയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സംസ്ഥാന ബജറ്റ്. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത ഒരു നിസ്സഹായനായ വ്യക്തിയുടെ, ഒരു സർക്കാരിന്റെ പ്രതിഫലനമായിരുന്നു ഇന്ന് ബജറ്റ് പ്രസംഗത്തിൽ ഉടനീളം നാം കണ്ടത്. എന്താണ് ഈ ഗവൺമെന്റിന്റെ വികസന സൂചികകൾ? ഏറ്റവും പ്രധാനപ്പെട്ട വികസന സൂചിക ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികസന ഫണ്ടാണ്, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി 30,370 എന്ന അത്ഭുത സംഖ്യയിൽ നിന്ന് ഒരു നയാ പൈസ പോലും കൂട്ടാൻ പിണറായി വിജയൻ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ഇതിന്റെ ഫലമായി വികസന ഫണ്ടിന്റെ ഏതാണ്ട് 25% നൽകുന്ന പഞ്ചായത്തുകളുടെ വിഹിതം അവിടെ തന്നെ നിൽക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകുന്ന 9.8% നിന്നേടത്ത് നിൽക്കുന്നു. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന TSP അത് 2.8%, അതും നിന്നേടത്ത് നിൽക്കുന്നു. അങ്ങനെ പഞ്ചായത്തുകൾക്ക്, പട്ടികജാതി വിഭാഗങ്ങൾക്ക്, പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് ഒരു പൈസ പോലും കഴിഞ്ഞ 3 വർഷക്കാലമായി അധികം കൊടുക്കാത്ത ഗവൺമെന്റാണ് പിണറായി ഗവൺമെന്റ്. ഇനി അതിന്റെ മുന്നിലേക്കുള്ള കാലം നോക്കിയാലോ, അത് കോവിഡ് കാലമാണ്. കോവിഡ് കാലത്ത് 30,670 കോടിയായിരുന്ന പദ്ധതി 27,000 കോടിയായി 2 വർഷം കുറച്ചു. അത് സ്വാഭാവികമാണ് എന്ന് പറയാം. അതിന്റെ അർത്ഥം കോവിഡിന് മുൻപ് 30,670 കോടി ഉണ്ടായിരുന്ന നമ്മുടെ വികസന ഫണ്ട് അടങ്കൽ ഇന്ന് 30,370 കോടിയായി കുറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. പണപ്പെരുപ്പത്തിന്റെ അളവുകൾ വെച്ച് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വികസന ഫണ്ട് കുറഞ്ഞിരിക്കുകയാണ് എന്ന് കാണാൻ വലിയ സാമ്പത്തിക ശാസ്ത്രം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിണറായി ഗവൺമെന്റ് ഇന്ന് സ്തംഭിച്ചു നിൽക്കുന്ന ഗവൺമെന്റാണ്. ഇതിനെല്ലാം ഒറ്റമൂലിയായി പറഞ്ഞിരുന്ന കിഫ്ബി ചെറുപ്പത്തിലെ മരിച്ചു പോയിരിക്കുന്നു. പുതിയതായി ഇനി ഒരു പദ്ധതിയും എടുക്കേണ്ടതില്ല എന്ന് ബാലഗോപാൽ MLA-മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതൊന്നും നിർദ്ദേശിക്കരുതെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പെൻഷനാണ്. പെൻഷൻ കൊടുക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരമ്പരാഗതമായ ഒരു ശൈലിയാണ്. പക്ഷേ പിണറായി ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഗവൺമെന്റിന്റെ റവന്യൂവിൽ നിന്നും പെൻഷൻ കൊടുക്കുന്നതിന് പകരം ആ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമായി കടമെടുക്കുവാനുള്ള ഒരു കമ്പനി ഉണ്ടാക്കി. അതാണ് പെൻഷൻ കടം എടുക്കുന്ന കമ്പനി. ആ കമ്പനിയുടെ പേരിൽ 35,000 കോടി രൂപ കടമെടുത്തു. 24,000 കോടി തിരിച്ചടച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ എടുത്തിരിക്കുന്ന കടം പൊതുകടത്തിൽ വരുമെന്ന്. അതിന്റെ ഫലമായി ഇന്ന് ആ കടമെടുപ്പ് നിശ്ചലമായിരിക്കുന്നു. ഈ ഗവൺമെന്റ് 2 പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു കിഫ്ബിയും അതേപോലെ തന്നെ കടമെടുപ്പ് കമ്പനിയും. രണ്ടും നിശ്ചലമായതോടുകൂടി വികസന ഫണ്ടില്ല, പട്ടികജാതി ഫണ്ടില്ല, പഞ്ചായത്തുകൾക്ക് ഫണ്ടില്ല, പട്ടികവർഗ വികസന ഫണ്ടില്ല, കിഫ്ബി ഇല്ല, പെൻഷൻ ഫണ്ടുമില്ല. പിന്നെ എന്താണുള്ളത്? കുറെ വാചകമടികൾ മാത്രം. അതിനെല്ലാം തന്നെ ഒരു വലിയ ഓവർ ആർച്ചിങ് ആയിട്ടുള്ള, എല്ലാറ്റിനെയും മറികടക്കാവുന്ന വികസനമായിട്ട് കേരയിൽ കൊട്ടിഘോഷിക്കപ്പെട്ടു. കുറെ മഞ്ഞ കുറ്റികൾ അടിച്ചു താഴ്ത്തിയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. ഇന്നും കേരളിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട് എന്നല്ലാതെ കേരളിനെ കുറിച്ച് ഇനി ആരും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇരിക്കട്ടെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴാണ് വൈകി വന്ന വിവേകം എന്ന് പറഞ്ഞതുപോലെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളും വിദേശ യൂണിവേഴ്സിറ്റികളും തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. 1991 അധികാരത്തിൽ വന്ന കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് അന്ന് ഇത്തരത്തിലുള്ള ഒരു വികസനം കൊണ്ടുവന്നപ്പോൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് തകർക്കുകയും ശ്രമിക്കുകയും കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ, നല്ലവരായ 5 ചെറുപ്പക്കാരെ കുരുതി കൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് CPM. അന്ന് സഹകരണ മേഖലയിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്. അതിനുശേഷം TP ശ്രീനിവാസൻ ഒരു വലിയ സെമിനാർ നടത്താൻ വിദേശ യൂണിവേഴ്സിറ്റികളോട് സംസാരിക്കാൻ വന്നപ്പോൾ SFI-ക്കാർ ആ വലിയ മനുഷ്യന്റെ, ഇന്ത്യയുടെ അംബാസഡറായി പ്രവർത്തിച്ച TP ശ്രീനിവാസന്റെ കരണത്തടിക്കുകയുണ്ടായി. ഇപ്പോൾ ആ അടിക്കാൻ നേതൃത്വം കൊടുത്ത ബാലഗോപാൽ ഇന്ന് വിദേശ യൂണിവേഴ്സിറ്റികളെ ക്ഷണിച്ചു വരുത്തുന്നു. എന്തായാലും വൈകി വന്ന വിവേകത്തിന് നന്ദി. ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചാണ്. എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രം? സഖാവ് MVR ആണ് വിഴിഞ്ഞം തുറമുഖം എന്ന സങ്കല്പം 91, 96-ലും 2001, 2006-ലും
മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അതിൽ ഒപ്പിട്ടപ്പോൾ 4000 കോടി പദ്ധതിക്ക് 6000 കോടി രൂപ അദാനിയുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്ന് ആരോപിച്ചയാളാണ് അന്നത്തെ CPM സെക്രട്ടറിയായ പിണറായി വിജയൻ. ഇപ്പോൾ ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ വിഴിഞ്ഞം കര കവിഞ്ഞൊഴുകുകയാണ്, എല്ലാം വിഴിഞ്ഞം മയമാണ്, വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വികസന സോൺ ഉണ്ടാക്കുമത്രേ, കോറിഡോർ ഉണ്ടാക്കുമത്രേ. നല്ല കാര്യം. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കെ കരുണാകരന്റെയും MP രാഘവന്റെയും AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും എല്ലാം ശിശുവാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും അതെങ്കിലും നന്നായി ചെയ്യൂ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തായാലും ശരി, കേന്ദ്ര ഗവൺമെന്റിനെ പഴി പറഞ്ഞുകൊണ്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്റ്റഡി ക്ലാസ് UDF-ന് ആവശ്യമില്ല. കാരണം കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിനെ തലസ്ഥാനത്തു നിന്ന് നീക്കി ഒരു മതേതര ഗവൺമെന്റിനെ അവിടെ പ്രതിഷ്ഠിക്കുവാൻ UDF-ന്റെ നേതൃസ്ഥാനം അംഗീകരിക്കുന്ന കോൺഗ്രസിന് മാത്രമേ കഴിയൂ, കോൺഗ്രസിന്റെയും സഖ്യകക്ഷികൾക്കും മാത്രമേ സാധിക്കൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് BJP ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് LDF ചെയ്യുന്നത്. ഇനി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. വ്യവസായ മന്ത്രി 22-23 ചെലവഴിച്ച തുകയെക്കുറിച്ച് പ്ലാനിംഗ് ബോർഡിന്റെ രേഖകൾ കാണിക്കുന്നുണ്ട്. ഇക്കണോമിക് റിവ്യൂ പറയുന്നത് 50% പോലും ചെലവഴിച്ചിട്ടില്ല, 600 കോടി ലാപ്സ് ആക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ കൃഷിമന്ത്രി പ്രസാദ്, അദ്ദേഹവും ഏതാണ്ട് 600 കോടി രൂപ ലാപ്സ് ആക്കിയിരിക്കുന്നു. അത് തന്നെയാണ് ഗ്രാമവികസന മന്ത്രിയും ചെയ്തിരിക്കുന്നത്. പദ്ധതി വെട്ടിക്കുറയ്ക്കുക, പദ്ധതി നടപ്പാക്കാതിരിക്കുക, വികസന മുരടിപ്പ് നടത്തുക, എന്തിന് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു ഗവൺമെന്റ്. ഈ നിർജ്ജീവമായ ഗവൺമെന്റിന്റെ ചരമക്കുറിപ്പാണ് ഈ ബജറ്റ് പ്രസംഗം എന്നല്ലാതെ മറ്റൊന്നും ഈ സന്ദർഭത്തിൽ പറയാനില്ല.